നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികൾ പുറത്തുവിട്ട ഒരു ബന്ദിയുടെ അതിദയനീയമായ ചിത്രം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഹമാസിനെതിരായ വലിയ നീക്കത്തിന് ശക്തി പകരുകയാണ്. ഇവ്യാദൻ ഡേവിഡ് എന്ന ഒരു 24-കാരൻ്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികൾ പുറത്തുവിട്ടത്. ഇയാളൊരു വലിയ കുഴി വെട്ടുന്നതായിട്ടാണ് കാണുന്നത്. തീരെ ദുർബലമായ രീതിയിൽ ശോഷിച്ച ഒരു മനുഷ്യനായിട്ടാണ് ഇയാളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശവക്കുഴി വെട്ടുകയാണ്, ഞാൻ എൻ്റെ ശവക്കുഴിയിലേക്ക് പോകുകയാണ് എന്നൊക്കെയുള്ള വളരെ ദുഃഖകരമായ വാക്കുകൾ ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ട അന്താരാഷ്ട്ര സമൂഹം തന്നെ ബന്ദികളെ ഇവർ എത്ര ക്രൂരമായ രീതിയിലാണ് അവരുടെ തടവറകളിട്ട് ഹമാസ് പീഡിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളായി ഇത് മാറുകയാണ്. ഇതിനെ തുടർന്നാണ് അതിശക്തമായ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ വരുന്നത്. നേരത്തെ അവരുടെ ഒരു കൂട്ടാളിയായ തീവ്രവാദ സംഘടന മറ്റൊരു ബന്ദിയുടെ ചിത്രവും പുറത്തുവിട്ടിരുന്നു. ഈ ബന്ദി അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു ജർമ്മൻകാരനാണ്. ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഹമാസിനെതിരെ തിരിയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യത്തിൽ റെഡ് ക്രോസിൻ്റെ സഹായം തേടിയിരുന്നു. അടിയന്തരമായി അവിടെയുള്ള ഈ ബന്ദികൾക്ക് ഭക്ഷണവും മരുന്നുമൊക്കെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസും റെഡ് ക്രോസിനോട് ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹമാസ് ആകട്ടെ റെഡ് ക്രോസിനെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാം എന്ന് തയ്യാറായിട്ടുണ്ട്. പക്ഷേ അതിന് ചില വ്യവസ്ഥകളുണ്ടാകും എന്നാണ് അവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതൊക്കെ വ്യവസ്ഥകളാണ് മുന്നോട്ട് വെച്ചിരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല. ഏതായാലും ഈ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നതോടുകൂടി ഇസ്രായേലിലും വലിയ തോതിലുള്ള പ്രതിഷേധമുയരുകയാണ്. ഇസ്രായേലിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനങ്ങൾ അവിടെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സർക്കാരിനും അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ഇസ്രായേൽ ജർമ്മൻ ഇരട്ട പൗരത്വമുള്ള റോം ബ്രസാബ്സ്കി എന്ന യുവാവിൻ്റെ ചിത്രവും നേരത്തെ ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഈ വാർത്ത പുറത്തു വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡേവിഡിൻ്റെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. ഡേവിഡിനെ സുരക്ഷിതനായി എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഹമാസിൻ്റെ പിടിവാശി കാരണമാണ് ഇപ്പോൾ ചർച്ചകൾ മുടങ്ങുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇസ്രായേലാകട്ടെ പരമാവധി എല്ലാ കാര്യങ്ങളും വിട്ടുവെച്ച് ചെയ്യാൻ തയ്യാറായിട്ടും ഇപ്പോഴും ഹമാസ് തങ്ങളുടെ പുതിയ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് ഈ ചർച്ച മുടക്കാനാണ് ശ്രമിക്കുന്നത്. അമേരിക്കയും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും ഒരിക്കലും ഇത് ധാരണയാകാതെ പോവുകയാണ്. മറ്റൊരു പ്രധാന പ്രശ്നം ഇവിടെ ഉള്ളത് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് അവരുടെ തീരുമാനങ്ങളെടുക്കാൻ അധികാരമുള്ള നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോഴുള്ള നേതാക്കൾ പലരും പുറത്തു വരാൻ പോലും ഭയക്കുന്നവരാണ്. ഹമാസിൻ്റെ അണികളിൽ വലിയൊരു ശതമാനം പേർ ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഈ ബന്ദികളുടെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത്. ഏതാണ്ട് 49 പേരാണ് ഇപ്പോൾ ബന്ദികളായി ഇവരുടെ കൈവശമുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഇതിൽ വലിയൊരു ശതമാനം പേരും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏതാണ്ട് 1000-ലധികം പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. നിരവധി പേരെ ഇവർ തട്ടിക്കൊണ്ടുപോയിരുന്നു. പല ഘട്ടങ്ങളിലായി ഈ ബന്ദികളെ വിട്ടയച്ചിരുന്നു എങ്കിലും ഇപ്പോഴും 49 പേർ കണക്കനുസരിച്ച് ഇവരുടെ കൈവശമുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ പലരും കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കൂടി ആയിരിക്കാം ഇപ്പോൾ ഈ വെടിനിർത്തലിനും ഒത്തുതീർപ്പിനും ഒന്നും തന്നെ ഹമാസ് തയ്യാറാകാത്തത് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ ബന്ദികളെ മോചിപ്പിച്ച കൂട്ടത്തിൽ ഹമാസ് പുറത്തുവിട്ട പട്ടികയിൽ അവർ തട്ടിക്കൊണ്ടുപോയി ഏറ്റവും പ്രായം കുറഞ്ഞ 2 കുഞ്ഞുങ്ങളുടെ അവരുടെ അമ്മയുടെയും പേരും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇവർ കൊല്ലപ്പെട്ടു എന്നാണ്. ഇസ്രായേലിന് ലഭിച്ചത് ഇവരുടെ 3 പേരുടെയും മൃതദേഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ഈ ക്രൂര കൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ആവശ്യം ഉയരുകയാണ്.